അപ്പോൾ അന്ന് ഇവിടെ ചുണ്ണാമ്പ് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അന്ന് രാത്രി വന്നിട്ട് കമ്പി വഴിപ്പിച്ച് വെച്ച് ഇത് ഇതിൻ്റെ ഹോള് എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ സാക്ഷിയുടെ സ്ഥാനം, അതായത് കഥ ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ സാക്ഷിയുടെ ഈ സ്ഥാനം വരുന്ന അതേ ഭാഗം തന്നെ മനസ്സിലാക്കിയിട്ടാണ് പുറത്തൂടെ ഹോളിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കൊച്ചുണ്ണി അന്ന് ചെയ്ത അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഇടപ്പാറ മഹാദേവ ക്ഷേത്രം, അതിനോട് ചേർത്തുള്ള സർപ്പ കാവാണത്. അപ്പം അതിനോട് തൊട്ട് ചേർന്നാണ് ഇവിടെ ഇതാണ് കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലം. കൊച്ചുണ്ണിയുടെ കായംകുളത്തെ ചരിത്ര അവശേഷിപ്പുകൾ തേടിയുള്ള യാത്ര നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വാരണപ്പള്ളി തറവാട്ടിലാണ്. എൻ്റെ പുറകിൽ ഈ കാണുന്ന തറവാടാണ് വാരണപ്പള്ളി തറവാട്. വാരണപ്പള്ളി തറവാടും ഈ കാണുന്ന വാരണപ്പള്ളി ക്ഷേത്രമാണ്. ഈ വാരണപ്പള്ളി തറവാടും വാരണപ്പള്ളി ക്ഷേത്രവും കൊച്ചുണ്ണിയുടെ കഥയുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ശ്രീനാരായണ ഗുരു സംസ്കൃത പഠനം നടത്തിയത് വാരണപ്പള്ളി തറവാട്ടിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസ്കൃത പഠനം നടത്തിയത്, ശ്രീനാരായണ ഗുരു. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൊച്ചുണ്ണിയാണ്. കായംകുളം കൊച്ചുണ്ണിയും ഇതുമായിട്ട് ഈ ഒരു തറവാടുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ കായംകുളം രാജാവിൻ്റെ പടത്തലവനായിരുന്നു അന്നത്തെ ഈ തറവാട്ടിലെ കാരണവരായിട്ടുള്ള പത്തിനാഥ പണിക്കർ. അപ്പം തീർച്ചയായിട്ടും കള്ളനാണെങ്കിലും നല്ല ഒരു മനുഷ്യസ്നേഹിയായ കൊച്ചുണ്ണിയെ എപ്പോഴും ഈ ഇവിടുത്തെ കാരണവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. പലപ്പോഴും അവർ അന്വേഷണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇതുവഴി കടന്നു പോകുന്ന കൂട്ടത്തിലാണ് നമ്മുടെ കാരണവരിവിടെ ഈ നിലവറയുടെ പണികൾക്കൊക്കെ നേതൃത്വം നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ നിലവറ. അപ്പോൾ ഇത് കണ്ടിട്ട് കൊച്ചുണ്ണി ചോദിച്ചു, എന്തിനാണ് കാരണവരെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, വലിയ ഇതൊക്കെ പണി നോക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കാരണവർ ഈ പടത്തലവൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിന്നെപ്പോലുള്ള ആൾക്കാരെ പേടിച്ചാണെന്നുള്ള തമാശ രീതിയിൽ പുള്ളി ഇങ്ങനെ പറയണ്ടേ. അപ്പോൾ അങ്ങനെ കൊച്ചുണ്ണിയുമായിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുശല പ്രശ്നങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ പടത്തലവൻ അല്ലെങ്കിൽ ഇവിടുത്തെ കാരണവർ കൊച്ചുണ്ണിയെ വെല്ലുവിളിച്ചു, നിനക്ക് പറ്റുമെങ്കിൽ ഈ പൂട്ട് പൊളിച്ച് ഇവിടുന്നകത്തുള്ള സാധനങ്ങൾ എടുക്കാൻ. അങ്ങനെ തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും വെല്ലുവിളിച്ച കൊച്ചുണ്ണിയല്ലേ. അപ്പോൾ അങ്ങനെ മുറുക്കി ഇങ്ങനെ ചുണ്ണാമ്പൊക്കെ തേക്കുമല്ലോ വെറ്റിലയിൽ. അപ്പം അങ്ങനെ ഇവർ ഇങ്ങനെ കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കൊച്ചുണ്ണി ഇതിൻ്റെ പുറകിലെ സാക്ഷിയുടെ സ്ഥാനം മനസ്സിലാക്കി. സാക്ഷിയാണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കണ്ടില്ലേ, അത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ സാക്ഷിയുടെ സ്ഥാനം മനസ്സിലാക്കി കൊച്ചുണ്ണി എന്ത് ചെയ്തു, ഇവിടെ ഒരു ചുണ്ണാമ്പ് കൊണ്ട് വെറുതെ ഒരു പാട് ഇട്ടു. അന്ന് രാത്രി കൊച്ചുണ്ണി ഇവിടെ കയറി ഇതിനുള്ളിലുള്ള സാധനങ്ങൾ എന്തായിരുന്നോ സൂക്ഷിച്ചു വെച്ചിരുന്നത് അതെല്ലാം എടുത്തു. പക്ഷേ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ പണിക്കർക്ക് ഇതെല്ലാം കൊച്ചുണ്ണി അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് ഇതെല്ലാം തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്നിട്ട് കൊച്ചുണ്ണി ഒരു തമാശ രൂപേണ പറയുകയും ചെയ്തു, ആളും തരമൊക്കെ നോക്കിയിട്ട് വേണ്ടേ കാരണവരെ വെല്ലുവിളിക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ മറ്റോ ആണ് ആൾ ഒരു അടയാള രൂപത്തിൽ വെച്ചിരുന്നു. ഇന്നും വരും തലമുറയ്ക്ക് കാണാൻ വേണ്ടി ആ ഒരു അടയാളവും അല്ലെങ്കിൽ ആ ഹോളും ഇപ്പോഴും അതേപോലെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആ രേഖപ്പെടുത്തി അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് സാക്ഷ എന്ന് പറയുന്നത്. കഥക് തുറന്ന് തന്നെ ഇടയ്ക്കാണ്, ഒരുപാട് സാധനങ്ങളൊക്കെ അകത്തൊക്കെ ഉണ്ട്, നമുക്കറിയില്ല. അപ്പോൾ ഇതിനെയാണ് സാക്ഷ എന്ന് പറയുന്നത്. തടി ഇങ്ങോട്ട് വരും, കണ്ടില്ലേ, പുറത്തുനിന്ന് കമ്പി വെച്ച് അങ്ങോട്ട് തള്ളിയാൽ പോരെ, ഇത് തുറക്കും. പിന്നെ തുറന്നു, നമുക്ക് അടച്ചേക്കാം. ഇതിന് ആരൊക്കെ ഉണ്ടോയെന്നറിയില്ല, പഴയ ആൾക്കാരൊക്കെ ഒരുപാട് താമസം ഉണ്ടെങ്കിലോ. അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ആ നിലവറയാണ്. കൊച്ചുണ്ണി പൊളിച്ച് ആ നിലവറയാണിത്. നിലവറയ്ക്ക് ഇപ്പുറത്ത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു എരുത്തിലാണ്. എരുത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള തലമുറയ്ക്ക് അറിയാമായിരിക്കും എന്ന് തോന്നുന്നു, പശുക്കളെ ഒക്കെ കെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആണ്. അതിനെയാണ് എരുത്തിലെന്ന് പറയുന്നത്. ഇവിടെ കുറേ പഴയ കാലത്തെ കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എരുത്തിലാണ് കേട്ടോ, ഇതും എരുത്തിലാണ്.
ഇപ്പോഴും പോളിഷൊക്കെ അടിച്ച് വളരെ നല്ല രീതിയിൽ. ഇത് ഈ ഓരോ അറകളെന്ന് പറഞ്ഞാൽ ഒരു കവാടങ്ങൾ പോലെയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോന്നിലും ഓരോ പശുക്കളാണ്. പശുക്കൾക്ക് പുറത്തോട്ട് തലയിട്ടിട്ട് ഉണ്ടേ ആഹാരം ഇട്ട് കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ തേയ്മാനം കണ്ടോ? ഇത് വളരെ ചതുരത്തിൽ തന്നെ ഇരിക്കുന്ന, ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഭാഗമാണ്. ഈ തേയ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പശുക്കൾ കെട്ടി പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമായിരിക്കും മിക്കവാറും ഇവിടെ ഉരയുന്നത്. അപ്പോൾ അങ്ങനെ ഉരഞ്ഞ് ഉണ്ടായ കുറേ തേഞ്ഞു പോയ പലകകളുടെ ഭാഗങ്ങളാണ് അതൊക്കെ. കലപ്പ, അതായത് ദാണ്ട് ഈ സാധനം കണ്ടില്ലേ? ഇത് ചിലതുണ്ട് ഇതിൻ്റെ എൻഡിൽ. ഏതാണ്ട് ഈ ഭാഗത്ത് മെറ്റൽ പിടിപ്പിച്ച സാധനങ്ങളുണ്ട്. ഇത് മെറ്റലൊന്നുമല്ല, ഈ തടി തന്നെയാണ്. ഇത് നെല്ല് വിതയ്ക്കുന്നതിന് വേണ്ടി, ഉഴുത് മറിച്ചിട്ട കണ്ടത്തിൽ നെല്ല് വിതയ്ക്കുന്നതിന് വേണ്ടി ഇത് ഓടിക്കും. ഇത് ഓടിക്കുമ്പോൾ മണ്ണ് രണ്ട് സൈഡിലേക്ക് മാറും. അപ്പോൾ അവിടെ ഇങ്ങനെ വിത്തിട്ട് ഇങ്ങനെ വിത്തിട്ട് പോകും. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ചെറിയ കലപ്പ, തടി വെച്ചോളാം. ശ്രീനാരായണ ഗുരു സംസ്കൃത പഠനം നടത്താനായിട്ട് വന്ന സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് താമസിച്ചിരുന്ന വാരണപ്പള്ളി തറവാട്ടിലായിരുന്നു. അതിൻ്റെ സ്മാരകമായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗുരുമന്ദിരം പോലെ പണിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശ്രീനാരായണ ഗുരു ഈ തറവാട്ടിൽ താമസിച്ച് സംസ്കൃത പഠനം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിഞ്ഞിരിക്കുന്ന ഒരു ഗുരുമന്ദിരമാണ്. ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ 8 വശങ്ങളുണ്ട് ഇതിന്. അതെ, 8 വശങ്ങളോട് ചേർന്ന കൂടിയാണിത് പണിഞ്ഞിരിക്കുന്നത്. കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ അമ്പലത്തിൽ വായന നടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് അഷ്ടമുഖത്തിൻ്റെ എന്നൊന്നും അറിയില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ശ്രീനാരായണ ഗുരു ഇവിടെ താമസിച്ച് സംസ്കൃത പഠനം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് ശ്രീനാരായണ ഗുരു അന്ന് വന്ന് ഇരുന്ന് ധ്യാനിച്ച സ്ഥലം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു ഗുരുമന്ദിരം പണിഞ്ഞിരിക്കുന്നതെന്നാണ് ഇവിടെ ഞാൻ കേട്ടറിഞ്ഞത്. അപ്പോൾ ഇതാണ് വാരണപ്പള്ളി തറവാട്. അപ്പം വാരണപ്പള്ളി തറവാട്ടിൽ നിന്നും അടുത്തതായിട്ട് കൊച്ചുണ്ണിയുടെ ചരിത്രം തേടിയുള്ള യാത്ര നമ്മൾ പോകുന്നത് കിഴക്കേടത്ത് തറവാട്ടിലേക്കാണ്. കായംകുളത്ത് കായംകുളം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള കിഴക്കേടത്ത് തറവാട്ടിലേക്കാണ് അടുത്ത യാത്ര. കിഴക്കേടത്ത് തറവാടും കൊച്ചുണ്ണിയായിട്ട് എന്താണ് ബന്ധമെന്ന് നമുക്ക് അവിടെ പോയിട്ട് അറിയാം. ഇതാണ് ഇപ്പോഴുള്ള കിഴക്കേടത്ത് തറവാട്. ഈ വീടിൻ്റെ പുറകിലായിട്ടാണ് കിഴക്കേടത്ത് തറവാട് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഓലമേഞ്ഞ വീടായിരുന്നെങ്കിൽ ഓലമിടയാനൊന്നും ആളിനെ കിട്ടാതായതോടുകൂടി നൂതന രീതിയിലുള്ള ഷീറ്റൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോഴ് ഇത് സംരക്ഷിച്ചു പോരുന്നതെങ്കിലും തറവാടിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. കൊച്ചുണ്ണിയുടെ ചരിത്രം തേടിയുള്ള യാത്ര ഇന്നെത്തി നിൽക്കുന്നത് കിഴക്കേടത്ത് തറവാട്ടിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ തറവാടാണ് കിഴക്കേടത്ത് തറവാട്. കിഴക്കേടത്ത് തറവാടും കൊച്ചുണ്ണിയായിട്ടുള്ള ബന്ധമെന്നൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കിഴക്കേടത്ത് തറവാട്ടിൻ്റെ അവകാശിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. വിജയകുമാർ സാറാണ്, സാറിനോട് നമുക്ക് ചോദിച്ചറിയാം. ഇവിടുത്തെ ഒരു വലിയ കാരണവരുണ്ടായിരുന്നു. ആ കാരണവര് പ്രവൃത്തിയാരെന്ന് പറയും പണ്ടത്തെ കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു കൊച്ചുണ്ണി. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഇവിടെ വരുമായിരുന്നു എന്നാണ് ഐതിഹ്യം. പക്ഷേ വീട്ടിനകത്തോട്ട് പ്രവേശനമില്ല. അവിടെ ഒരു പാലയുണ്ടായിരുന്നു, ഒരു കളരി ഉണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന കാര്യം പറയും. അപ്പം നല്ല ഉപദേശങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കും. പക്ഷെ അതെല്ലാം അദ്ദേഹം സ്വീകരിക്കാറുമുണ്ട്. പക്ഷെ കൊച്ചുണ്ണി ഉള്ളിടത്തുനിന്ന് എടുത്ത് ഇല്ലാത്തവർക്ക് കൊടുക്കും. പക്ഷെ അതുകൊണ്ട് കൊച്ചുണ്ണിയെ എല്ലാവരും ചിത്രീകരിക്കുന്നത് കള്ളൻ എന്നുള്ള ഇതാണ്. പക്ഷേ മോഷ്ടിക്കുന്ന എല്ലാവരും കള്ളന്മാരാണ്. പക്ഷേ കൊച്ചുണ്ണി അത് മോഷ്ടിച്ചെങ്കിലും അതിലൊന്നും ഒരു പൈസ പോലും ആരുടെയും സ്വയമായിട്ട് സമ്പാദിച്ചിട്ടില്ല. എല്ലാം സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. അവസാനം കൊച്ചുണ്ണിയെ നിവൃത്തിയില്ലാതെ ഇദ്ദേഹം തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അത്രയ്ക്കും ഗവൺമെന്റ് ഫോഴ്സ് വന്നപ്പോൾ എവിടെയാണെന്ന് കാർത്തികപ്പള്ളി മുതുകുളം അവിടെ ഒരു വീട്ടിൽ നിന്ന് എവിടെ ഉണ്ടെന്നുള്ളത് ഇദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പിടിച്ചോണ്ട് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ
പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അവിടെ വെച്ച് പിടിക്കുന്ന സമയത്ത് ചോദിച്ചു ഇന്ന ആളാണോ ഇത് പറഞ്ഞു തന്നത്, അല്ലാതെ ആർക്കും ഇത് അറിയത്തില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഐതിഹ്യം. തറവാട്ടിൽ കണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ഒരു കിണറാണ്. സാധാരണ രീതിയിലുള്ള ഒരു കിണറല്ല, കരിങ്കൽ കഷ്ണങ്ങൾ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു കിണർ. ഏതാണ്ട് 15 തൊടിയോളം താഴ്ചയുണ്ട്. ഒരു തൊടി എന്ന് പറയുന്നത് ഈ ഒരു പാറക്കഷ്ണത്തിൻ്റെ വീതിയാണ് കേട്ടോ ഒരു തൊടി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലുള്ള 15 തൊടിയോളം താഴ്ചയുള്ള കിണറാണ്. വളരെ ശുദ്ധമായിട്ടുള്ള ജലമാണ്. കോരാതെ കിടക്കുന്നതുകൊണ്ട് മുകളിൽ എണ്ണമയം പോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും വളരെ ശുദ്ധമായിട്ടുള്ള ജലം ലഭിക്കുന്ന ഒരു കിണർ, വ്യത്യസ്തമായിട്ടുള്ളൊരു കിണർ. നമസ്കാരം, രണ്ടാമത്തെ ദിവസത്തേക്ക് സ്വാഗതം. ആദ്യത്തെ ദിവസം നമ്മൾ കായംകുളത്ത് തന്നെയുള്ള കൊച്ചുണ്ണിയുടെ ഓർമ്മകളിലേക്കായിരുന്നു നമ്മൾ പോയിരുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ വാരണപ്പള്ളി തറവാട്ടിലും കായംകുളത്തിനടുത്ത് 2 കിലോമീറ്ററിനകത്ത് എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കിഴക്കിഴത്ത് തറവാട്ടിലുമായിരുന്നു നമ്മൾ പോയിരുന്നത്. ഇന്നത്തെ ദിവസം എൻ്റെ യാത്ര ആറന്മുളയ്ക്കടുത്തുള്ള ഇടപ്പറ മഹാദേവ നടയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എന്താണ് കൊച്ചുണ്ണിയും ഇടപ്പറ മഹാദേവ നടയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് പന്തളത്താണ്. പന്തളത്തെത്തി. ഇനി പന്തളം നേരെ ആറന്മുളയ്ക്ക് തൊട്ടടുത്താണ് ഇടപ്പറ മഹാദേവ നടയുള്ളത്. അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ ഇടപ്പാറ മഹാദേവർ നട എത്തിയിട്ടുണ്ട്. ഇതാണ് ഇടപ്പാറ മഹാദേവർ നട. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിപ്പോയാൽ ഇടപ്പാറ മഹാദേവർ നടയായി. വണ്ടി എവിടെ ഇടാൻ പറ്റുമോ നോക്കാം. അതിവിശാലമായ സ്ഥലമുണ്ട് ഇവിടെ. ഇടപ്പാറ മഹാദേവർ നട. അപ്പം നമ്മൾ ഇലന്തൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഏതാണ്ട് 1/2 കിലോമീറ്ററിനടുത്ത് കനാലിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഇതാണ് ക്ഷേത്രം. ഇതാണ് ഇടപ്പാറ മഹാദേവ ടെമ്പിൾ. ഇത് ഇടപ്പാറ മഹാദേവ ക്ഷേത്രം. അതിനോട് ചേർത്തുള്ള സർപ്പക്കാവാണത്. അപ്പം അതിനോട് തൊട്ട് ചേർന്നാണ് ഇവിടെ ഇതാണ് കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലം. ഇതാണ് കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠ. കണ്ടില്ലേ? ഇവിടെ വിളക്കല്ല കത്തിക്കുന്നത്. വിളക്ക് കത്തിക്കുന്നുണ്ടോയെന്ന് തോന്നുന്നു. ചെറിയൊരു മൺചിരാതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. മെഴുകുതിരിയുണ്ട്. മെഴുകുതിരിയായിരിക്കും കത്തുന്നത്. അതിപ്പോൾ ഒരു വിശ്വാസമല്ല, നമുക്ക് ഇഷ്ടമുള്ളത് കത്തിക്കാം എന്തായാലും. അപ്പോൾ ഇതാണ് കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠ. അപ്പോൾ എൻ്റെ പിന്നിൽ കാണപ്പെടുന്ന ഇതാണ് ഇടപ്പാറ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണപ്പെടുന്നതാണ് കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠ.
അപ്പം ഒരു കള്ളനായ ഒരു മുസ്ലിമായ കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠ ഇതുപോലുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ, ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തന്നെ വന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് കൊച്ചുണ്ണി അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് എത്രമാത്രം സ്വീകാര്യനായിരുന്നു എന്നുള്ളത്. എത്രമാത്രം കൊച്ചുണ്ണി അന്നത്തെ ജനതയ്ക്ക് സ്വീകാര്യനായിരുന്നു എന്നുള്ളത് ഈ പ്രതിഷ്ഠ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൊച്ചുണ്ണി കള്ളനാണ്, കക്കുന്നവരെ എല്ലാം നമ്മൾ കള്ളൻ എന്നാണ് വിളിക്കുക, മോഷ്ടിക്കുന്നവരെ കള്ളൻ എന്ന് തന്നെയാണ് വിളിക്കുക. പക്ഷേ കൊച്ചുണ്ണി കട്ടതെല്ലാം പാവപ്പെട്ടവരുടേതായിരുന്നില്ല. അതല്ലെങ്കിൽ കൊച്ചുണ്ണിയുടെ ധനം സമ്പാദനത്തിന് വേണ്ടി ആയിരുന്നില്ല, കൊച്ചുണ്ണിയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല കൊച്ചുണ്ണി കട്ടതല്ലേ. അതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു. ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഇല്ലാത്തവർക്ക് കൊടുക്കുക, കുറച്ചുള്ളവർക്കല്ല ഇല്ലാത്തവർക്കാണ് കൊടുത്തിരുന്നത്. അപ്പം അതുകൊണ്ട് കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കായംകുളത്തിനടുത്ത് പുതുപ്പള്ളി എന്ന സ്ഥലത്തുള്ള വാരണപ്പള്ളി തറവാടും, കായംകുളത്തു നിന്ന് 2 കിലോമീറ്റർ അകലെ യവൂർ ക്ഷേത്രത്തിനടുത്തുള്ള കിഴക്കേടത്ത് തറവാടും, ഏറ്റവും അവസാനം നമ്മളിപ്പം കൊച്ചുണ്ണിയുടെ ഓർമ്മ നിലകൊള്ളുന്ന ഈ ഒരു ക്ഷേത്രവും, ഇത് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് കാണപ്പെടുന്ന നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്ന കൊച്ചുണ്ണിയുടെ ക്ഷേത്രവും, ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. എല്ലാവർക്കും വരാം, നേരിട്ട് കാണാമെന്നുള്ളവർക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൊച്ചുണ്ണി വാഴുക.